ഹലോ, സ്കൂൾ ഓഫ് ബ്രെയിൻസ് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹഷ്മി. ഞാൻ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകനാണ്. +1 ഫിസിക്സിലെ രണ്ടാമത്തെ അധ്യായമായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, എന്താണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾക്കറിയാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും എഴുതി എനിക്ക് റെസ്പോൺസ് ആയിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗൂഗിൾ ഫോം വഴി. ഏകദേശം 22 പേർ റെസ്പോൺസ് ആയിട്ട് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏകദേശം എല്ലാവരും വളരെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഉത്തരങ്ങളാണ് തന്നിട്ടുള്ളത്. പക്ഷെ 1-2 പേർക്ക് ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം നല്ല രീതിയിൽ ട്രൈ ചെയ്തു. നമുക്ക് എന്തായാലും ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾ അയച്ച റെസ്പോൺസ് കാണാം. ഓക്കെ, ആദ്യമായി റെസ്പോണ്ട് ചെയ്തത് ഹസ്ന ഫാത്തിമയാണ്. ഹസ്ന ഫാത്തിമയ്ക്ക് ഒരു കൈയടി കൊടുക്കണം. ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഹസ്ന ഫാത്തിമയ്ക്ക് ഒരു കൈയടി കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ് ഹസ്ന ഫാത്തിമ പറഞ്ഞത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഹസ്ന ലിസ്റ്റ് ചെയ്ത് ഡിസ്റ്റൻസ്, വെയിറ്റ്, ടൈം, സ്പീഡ്, പവർ, ഹൈറ്റ്, ഹീറ്റ്, കറണ്ട്. കറക്റ്റ് ആണ്, വളരെ ശരിയാണ്. ഈ പറഞ്ഞതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നോക്കിയിരിക്കുന്നത് ബ്യൂട്ടി, നീറ്റ്നെസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ബിഹേവിയർ, ഇന്റലിജൻസ്, നമ്പർ ഓഫ് വേവ്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റാർസ്. അതിലൊരു പ്രശ്നമുള്ളത്, ഈ നമ്പർ ഓഫ് വേവ്സ് നമ്പർ ഓഫ് സ്റ്റാർസും പറയുന്നതിന് മുമ്പ് വരെ എല്ലാം കറക്റ്റ് ആണ്, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ഈ നമ്പർ ഓഫ് വേവ്സിനും നമ്പർ ഓഫ് സ്റ്റാർസിനും ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് എണ്ണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരുന്നു. നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് അളക്കാൻ പറ്റാത്ത സാധനങ്ങൾ, മെഷർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെയാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നമുക്ക് മെഷർ ചെയ്ത് എണ്ണിത്തീരാൻ പറ്റാത്ത സാധനങ്ങളെ ഒന്നും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയല്ല, നമുക്ക് എണ്ണി തുടങ്ങാൻ വരെങ്കിലും പറ്റിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് എണ്ണാൻ പറ്റിയാൽ മതി. എണ്ണി തീർക്കണം എന്ന് നമുക്ക് ഒരു രീതിയിൽ നിർബന്ധമില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റണം, അല്ലെങ്കിൽ അളക്കാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഒരിക്കലും എണ്ണി തീർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല, എണ്ണാൻ പറ്റിയാൽ മാത്രം മതി. ഇപ്പോൾ സപ്പോസ് ആകാശത്ത് നമ്മൾ സാധാരണ രാത്രി ആകാശം നോക്കണേ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കാണാം. ചിലപ്പം ഒരു ദിവസം മേഘങ്ങളെല്ലാം കൂടി മഴ പെയ്യാനൊക്കെ അയക്കുമ്പോൾ അങ്ങൊന്നും ഇങ്ങൊന്നും 2-3 എണ്ണത്തിനെ കാണാൻ പറ്റുന്നുള്ളൂ. 3 എണ്ണം നമുക്ക് എണ്ണാമല്ലോ. എണ്ണി തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് എണ്ണാൻ അല്ലെങ്കിൽ അളക്കാൻ മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് മെഷർ ചെയ്യാൻ അളക്കുന്ന എണ്ണുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. സപ്പോസ് ഹാപ്പിനെസ്, നീ എത്ര ഹാപ്പിയാണ്? നീ ഒരുപാട് ഹാപ്പിയാണ്, അതിനെല്ലാം എണ്ണം ഉണ്ടോ? അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഏകദേശം എണ്ണമെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അങ്ങനെ ഒരു എണ്ണം അല്ലെങ്കിൽ നമുക്ക് അളക്കുക എന്നുള്ള സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധനങ്ങളെയാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ ആകാശത്തിലെ എത്ര നക്ഷത്രം ഉണ്ടാവും അവിടെ എന്ന് വെച്ചാൽ ഒരു 10,000-15,000 നക്ഷത്രം ഉണ്ടാവും. ഒരു 10,000 നമുക്ക് പറയാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ ഹാപ്പിനെസ്, നിനക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ടടി? ഒരു 10,000-15,000 ഹാപ്പിനെസ് ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റൂ? അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് സ്റ്റാർസിനെയും നമ്പർ ഓഫ് വേവ്സിനെയും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്ക് വരും. ഇപ്പൊ നമുക്ക് എണ്ണാൻ പറ്റും, അളക്കാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനം മെഷർ ചെയ്ത് തീർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് മെഷർ ചെയ്ത് തുടങ്ങാമെങ്കിലും പറ്റിയാൽ മതി. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്ക് വരും. അപ്പോൾ ഞാൻ ബാക്കി നിങ്ങൾ എഴുതി തന്ന എല്ലാവരുടെയും റെസ്പോൺസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്കുകളുള്ള മാത്രം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ബാക്കിയുള്ളവരുടെ എല്ലാം വളരെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നന്ദന പി, ആദിത്യ, അമൃത എച്ച്, സഹല, ഇവരെല്ലാം പറഞ്ഞത് കറക്റ്റാണ്. അടുത്ത് പറഞ്ഞ ഗൗരി ഷാജിയുടെയാണ്. ഗൗരി ഷാജി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞത് ലെങ്ത്, മാസ്, വോളിയം, ലിറ്റർ, ഡിസ്റ്റൻസ്, കപ്പാസിറ്റി, വെയിറ്റ്, ഹൈറ്റ്, മീറ്റർ, അവർ. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഈ മീറ്റർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി അല്ല, അതൊരു യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കും. അപ്പോൾ ഇപ്പം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. യൂണിറ്റിനെ കുറിച്ച് യൂണിറ്റും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇപ്പോൾ എന്തായാലും മീറ്റർ എന്ന് പറഞ്ഞ സംഭവം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, അതൊരു യൂണിറ്റ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്, അങ്ങനെ നമ്മൾ പറയാം.
അതുപോലെ തന്നെ ഗൗരിപ്രിയ പറഞ്ഞെല്ലാം കറക്റ്റാണ്. അഞ്ചിമ വികൃഷ്ണൻ. അഞ്ചിമ വികൃഷ്ണനിൽ ടൈം, വെയിറ്റ്, ഹൈറ്റ്, ലെങ്ത്, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, മോൾ. ഈ മോൾ എന്ന് പറയുന്നത് മറ്റൊരു യൂണിറ്റാണ്. മോൾ എന്ന് പറയുന്നത് എന്താണ്, അതെന്താണ്, എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ഞാൻ പറയും. അത് ഈ വീഡിയോ തന്നെ നമുക്ക് അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത അതാണ് അതിലൊരു മിസ്റ്റേക്ക്. അനന്യ വേണു, മനു എൽ എസ്, മിന്നു എൽ എസ്, അരുണിമ ജെ പി, കൃഷ്ണോദയ. അടുത്ത അക്ഷയ് എസ് കുമാർ. അക്ഷയ് എസ് കുമാർ ഒത്തിരി വ്യത്യസ്തമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞില്ല, എന്നാലും അക്ഷയ് കുമാറിന്റെ ഒരു ശ്രമത്തോടെ ഞാനിപ്പം അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ, നല്ല ഭാഷയിൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും എന്താണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും എഴുതിയെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അക്ഷയ് കുമാറിന് ഒരു കൈയടി കൊടുക്കട്ടെ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡെഫിനിഷൻ അക്ഷയ് കുമാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അടുത്തത് ആസിയ എസ് ആർ. ആസിയ എസ് ആറിനും സെയിം മിസ്റ്റേക്ക്. ഹൗ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഹൗ ഫാർ ദ സ്കൈ ഈസ്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അളന്ന് മെഷർ ചെയ്ത് തീർക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഹൗ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഒരു 10,000-10,000 നക്ഷത്രമൊക്കെ ഉണ്ടാവൂടെ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഹൗ ഫാർ ടു ദ സ്കൈ, മറ്റേ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC ടു മിയാമി ബീച്ച് എന്നപ്പോൾ ഉത്തരം പറയുമ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അങ്ങനെ പറയാമല്ലോ. ഹൗ ഫാർ ടു ദ സ്കൈ എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അങ്ങനെയെങ്കിലും പറയാൻ പറ്റുന്നുണ്ടല്ലോ. അതിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്ക് വരും. പിന്നെ ഉള്ളത് സോന സുനിൽ ആൻഡ് സ്നേഹ സുനിൽ. സോന സുനിലും സ്നേഹ സുനിലും സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ച് ചെയ്യണം, അതൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ ഒരിക്കലും ഒരുമിച്ച് എഴുതാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്ന വർക്കുകളും നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കും എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തയച്ചു തരണം. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ തരും, അപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അയക്കണം. ഓക്കെ. അടുത്തത് ഭവ്യയുടെ വെയിറ്റ് 45 കിലോ ആണെന്നും ഹൈറ്റ് 145 കിലോ ആണെന്നും 145 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭവ്യയുടെ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഉത്തരം നോപ്പ് എന്നാണ്, ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭവ്യ ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാക്കിയത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് റെസ്പോൺസ് തരണം. ഭവ്യയ്ക്ക് അറിയാവുന്ന നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്. ബാക്കി ആർദ്ര, അനുഷ മോൾ, ഭാഗ്യകൃഷ്ണൻ, വിസ്മയ വിജയ്, കാർത്തിക് പറഞ്ഞതെല്ലാം വളരെ ശരിയായ ഉത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇത്രയും വൈവിധ്യപൂർണ്ണമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നതിന് നന്ദി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നും എന്താണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നും എന്താണ് ഒരു ക്വാണ്ടിറ്റി എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാം, സാർ എന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്, പഠിച്ചിട്ട് വല്ല ഉപയോഗമുണ്ടോ? അപ്പോൾ ഞാൻ പറയും, ഉപയോഗമുണ്ട്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ്, മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും കണ്ടുപിടിച്ചിട്ടുള്ള സാധനത്തിൻ്റെ പേരാണ് യൂണിറ്റ്. യൂണിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് യൂണിറ്റ്? ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുത്തപ്പിനാറിൻ്റെ, ഇത് കുത്തപ്പിനാറെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, കുത്തപ്പിനാറിൻ്റെ ഹൈറ്റ് പറഞ്ഞത് 73 മീറ്ററാണ്. അപ്പോൾ നിങ്ങളിതിന് രണ്ട് സാധനം, അതിൽ 73 ഉണ്ട്, ഒരു മീറ്ററുണ്ട്. അതിൽ ഈ മീറ്റർ എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ നേരത്തെ റെസ്പോൺസ് എടുക്കുകയാണെങ്കിൽ, ഭവ്യ എന്ന് പറഞ്ഞൊരു കൊച്ചുമടി ഭവ്യ പറഞ്ഞു, ഭവ്യ അതിനകത്ത് എഴുതിയിരുന്നു വെയിറ്റ് 45 ഹൈറ്റ് 145 ഭവ്യ എഴുതിയിരുന്നു. അപ്പം എനിക്ക് ഭവ്യയോട് ചോദിക്കാനുള്ളതേ, ഭവ്യ ഈ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റെ വെയിറ്റ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഗ്രാമാണോ ഉദ്ദേശിച്ചത്? 45 ഗ്രാമേ ഭവ്യക്കുള്ളോ? അതോ ഇനി 45 ടണ്ണാണോ?
അതോ 45 കിലോഗ്രാം ആണോ? ഏതാ ഉദ്ദേശിച്ചത്? നമുക്കറിഞ്ഞൂടല്ലോ. 45 എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അതുപോലെ തന്നെ ഹൈറ്റ് 145 മീറ്ററാണോ? അതോ 145 മീറ്റർ പൊക്കമുള്ള ഒരാൾ, കുത്തബ് മിനാറിനേക്കാൾ പൊക്കമുള്ള ഒരാളാണ് ഭവ്യ എന്ന് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ 145 കിലോമീറ്ററാണോ? 145 കിലോമീറ്റർ പൊക്കമുള്ള മനുഷ്യൻ, സൂപ്പർ. അല്ല, അത് 145 ചിലപ്പോൾ സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും മീറ്റർ ആണോ കിലോമീറ്റർ എന്നതിലും സെൻറ്റിമീറ്റർ ആയിട്ടോ ഗ്രാമായിട്ടോ ടണ്ണായിട്ടോ കിലോഗ്രാമായിട്ടോ നമുക്ക് അടയാളപ്പെടുത്താം. സ്വാഭാവികമായിട്ട് നമുക്ക് ഏകദേശം അറിയാം 145 സെൻറ്റിമീറ്റർ എന്നും 45 കിലോഗ്രാം എന്നും ആയിരിക്കും ഭവ്യ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം പോട്ടെ, ആരോ ഇപ്പോൾ ഭവ്യ പറയാണ് 145 ചക്കയാണ്, അല്ല 45 ചക്കയാണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 45 ആകാശമാണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 145 ഈർക്കിലാണ് എൻ്റെ ഉയരം എന്ന് പറയുന്നത്, 145 ഈർക്കിൽ. അതുപോലെ 45 മിന്നു, 145 മിന്നു ആണ് എൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഇതൊക്കെ കാണുന്നുള്ളതിന് കിളി പറക്കും. ഇവൻ എന്തിനടി കിളിയാ എന്ന് ചോദിക്കും. കാര്യം അവർക്ക് ഒരു ചക്കയുടെ വെയിറ്റ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഒരു ആകാശം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല എന്താണ് ആകാശം, ആരാണ് ആകാശ്. അതുപോലെ തന്നെ ഈർക്കിലിൻ്റെ ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് 145 ഈർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈർക്കിലിൻ്റെ നീളം എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് 145 ഈർക്കിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് ആർക്കും അറിഞ്ഞുള്ള സാധനമാണ്. അതുപോലെ തന്നെ 145 മിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തൊരു കിളിയാ, 145 മിന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മിന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആർക്കും അറിയില്ല. പക്ഷേ ഒരു ഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു ടൺ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു കിലോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു മീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം, കിലോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം, സെൻറ്റിമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം. ഇപ്പം ഞാനിപ്പോൾ കാർത്തികനോട് ചോദിക്കുന്നത്, കാർത്തിക ഈ 1 കിലോ എത്ര വരും? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. കാർത്തിക ഉടനെ ഏതെങ്കിലും കടയിൽ പോയി കടക്കാരൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് പറയും, ചേട്ടാ 1 കിലോ പടിങ്ങട് എന്ന് പറഞ്ഞിട്ട് ഒരു പടി എടുത്തുകൊണ്ടെന്ന് എൻ്റെ തന്നെ, സാറേ ഈ പടി ഇതിൻ്റെ ഭാരമാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കും, ഇതെല്ലായിടത്തും ഇതിൻ്റെ ഭാരമാണോ 1 കിലോ? പിന്നെ 1 കിലോ നമ്മളെല്ലാം അംഗീകരിച്ച സാധനമല്ലേ, ലോകത്ത് എവിടെ ചെന്നാലും ഈ വസ്തുവിൻ്റെ ഭാരത്തെയാണ് 1 കിലോ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തത് ഉടനെ ആദിത്യയോട് ചോദിച്ചു, ആദിത്യ മോളെ എന്താണ് 1 സെൻറ്റിമീറ്റർ എന്താണ്? ഉടനെ ആദിത്യ ബാഗ് തുറന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കും, സാറേ ഈ 0 മുതൽ 1 എഴുതിയേക്കുന്ന വരെയുള്ള നീളമാണ് സാറേ 1 സെൻറ്റിമീറ്റർ. ഓ, അപ്പോൾ ആരടുത്ത് ചോദിച്ചാലും ഇത് തന്നെ ആയിരിക്കും ഉത്തരം പറഞ്ഞാൽ പറ്റിക്കണമെന്നല്ല. ആരടുത്ത് ചോദിച്ചാലും സാറേ ഈ സ്കെയിലിൻ്റെ ഈ 0 മുതൽ 1 എഴുതിയിരിക്കുന്ന നീളമാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ത് തന്നെയായാലും, എന്തളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് തന്നെയായാലും അത് ലോകം മൊത്തം സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളാണ് യൂണിറ്റുകൾ. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു യൂണിറ്റ് എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വർക്കായിട്ട് വരാനുള്ളത്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലത് എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മളത് ഉദാഹരണത്തിന് ഡിഫൈൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ് ഒരു യൂണിറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം ഈ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ നമ്മളത് പരീക്ഷാ പേപ്പറിൽ യൂണിറ്റ് എന്താണെന്ന് എഴുതി വയ്ക്കണം. അതിന് ഈ ക്ലാസ് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മളുടെ പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണാതെ പഠിച്ചെഴുതുക എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠന രീതിയല്ല. നമ്മളെന്താണ് ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ സെൻറ്റൻസിൽ എഴുതി വയ്ക്കണം. അങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിക്കരുത്. അപ്പോൾ ഇന്നത്തെ വർക്കും നിങ്ങൾക്ക് അതാണ്. ഞാൻ ഈ പാഠം തീരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ചോദ്യങ്ങൾ പറയും, അതിൻ്റെ എല്ലാം ഉത്തരം
നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് തരും. ആ ലിങ്കിൽ എഴുതണം. ഉദാഹരണത്തിന് ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, ഡിഫൈൻ യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലായതിൽ എന്താണ് ഒരു യൂണിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നിങ്ങളത് എഴുതി കൊടുക്കാൻ പറയണം. നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ എഴുതണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണല്ലോ ഇനി പരീക്ഷ എഴുതാവുന്നത്. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ വാട്ട് ഈസ് മീൻ ബൈ എ യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതി തരണം. അപ്പോൾ എനിക്ക് എന്തായാലും പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ വേണ്ട. എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതി തരണം. അതാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ അതിലെനിക്കൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയാനുള്ളതേ, അക്ഷയ് എസ് കുമാറിനോട് ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഏതൊക്കെ അറിയാമെന്നാണ് ചോദിച്ചത്. പക്ഷെ അക്ഷയ് കുമാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും ഡിഫൈൻ ചെയ്ത് എനിക്ക് അയച്ചിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഇത് അക്ഷയ് എവിടെയെങ്കിലും നോക്കി എഴുതിയതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും അത് കൊള്ളാം. അപ്പം ഇതുപോലെ യൂണിറ്റ് എന്താണ് ഒരു യൂണിറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളുടെ ഭാഷയിൽ എനിക്ക് എഴുതി അയച്ചു തരണം. അത് യൂണിറ്റ് മാത്രമല്ല, ഇനി പഠിപ്പിക്കുന്നതും ഇപ്പം പഠിപ്പിച്ചത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇതിൻ്റെ എല്ലാ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി അയച്ചു തരണം. അതിനൊക്കെ പ്രത്യേകം കോളം ഉണ്ടാവും. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അതിന് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ, ഈ വീഡിയോയുടെ കൂടെ ലിങ്കായിട്ട് ഗൂഗിൾ ഫോം തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു, യൂണിറ്റ്സ് പഠിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ലോകത്ത് എത്ര ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും? എത്ര ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും? നമുക്ക് എണ്ണാവും? അല്ലെങ്കിൽ ഇവിടെ എത്ര തരം യൂണിറ്റുകൾ ഉണ്ടാവും? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര യൂണിറ്റുകൾ ഉണ്ടാവും? ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പറയാം, ഈ ലോകത്ത് ഫിസിക്സ് തന്നെ അല്ലെങ്കിൽ സയൻസ് എടുത്താൽ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ യൂണിറ്റും ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മളൊക്കെ ചെറിയ തലച്ചോറാണ്. ഐൻസ്റ്റീൻ്റെ അത്ര തലച്ചോറൊന്നുമില്ല. ഇത്രയൊക്കെ ഓർത്തിരിക്കുക. ഈ ലോകത്തുള്ള എല്ലാ പ്രകൃതി പ്രതിഭാസത്തെ പറ്റി മനസ്സിലാക്കുന്നതിനാണെങ്കിൽ ഈ യൂണിറ്റുകളെല്ലാം പഠിച്ച് ഇതിൻ്റെ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് അളക്കാൻ പഠിക്കണം. എന്നാലേ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും പറ്റി പഠിച്ച് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും വലിയ തലച്ചോറൊന്നുമില്ലല്ലോ. നമുക്ക് ആ കൂടിപ്പോയാൽ ഒരു 5 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 10 യൂണിറ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഈ കോടാനുകോടി വരുന്ന യൂണിറ്റുകളെല്ലാം ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സാധ്യമല്ല. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഒട്ടും പറ്റില്ല. പിള്ളേർ പഠിത്തം നിർത്തി വേറെ വല്ല പണിക്കും പോകും, വേറെ പ്ലംബർ ആവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. ബൗദ്ധികമായിട്ടുള്ള ഈ ജോലി എടുക്കാൻ പറ്റുന്ന പണിയൊക്കെ നിർത്തി, സാറേ ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഇത്രയും 1 കോടി യൂണിറ്റൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതൊന്നും നടക്കൂല സാറേ എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പോകും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരുടെയൊക്കെ തലമുറയിലുള്ള കുറേ ശാസ്ത്രജ്ഞന്മാർ ഇരുന്ന് കൂടി ആലോചിച്ചു എന്ത് ചെയ്യും. ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന യൂണിറ്റുകളെല്ലാം എല്ലാവരും പഠിച്ചിട്ടാണ് ഓരോന്നിനും. ഇപ്പോൾ നീളം അളക്കാൻ ഒരു യൂണിറ്റ്, ഏരിയ അളക്കാൻ വേറൊരു യൂണിറ്റ്, വോളിയം അളക്കാൻ വേറൊരു യൂണിറ്റ്, പ്രത്യേകം യൂണിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഫിസിക്സ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം ഒരടി മുമ്പോട്ട് നീങ്ങില്ല. അതുകൊണ്ട് നമ്മളൊരു പുതിയ സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വിദ്വാൻ പറഞ്ഞു, ഞാൻ പറയാം, ലെങ്ത്, മാസ്, ടൈം, ഇത് 3 ഉണ്ടെങ്കിൽ എന്ത് വസ്തുവിനെയും നമുക്ക് അളക്കാൻ പറ്റും. ഇപ്പോൾ ലെങ്ത് എന്നൊരു ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനോട് ടൈം മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ 3 വെച്ച് നമുക്ക് ചുറ്റുമുള്ള ഏകദേശം എല്ലാ കാര്യത്തിനെയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നൊരു വിദ്വാൻ പറഞ്ഞു. ബാക്കി എല്ലാവരും ഒക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഈ 3 വെച്ച് തന്നെ നമുക്ക് എല്ലാം ചെയ്യാം, ബാക്കിയുള്ള എല്ലാം ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെർമോഡൈനാമിക്സ് എന്നൊരു സാധനം ഒരു വിദ്വാൻ കണ്ടുപിടിക്കുന്നത്.
തെർമോഡൈനാമിക്സ് കണ്ടുപിടിക്കുമ്പോൾ തെർമോഡൈനാമിക്സിലെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ ആലോചിച്ച് നോക്കുമ്പോൾ തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിക്കും. തെർമോഡൈനാമിക്സ് എന്നൊരു സാധനം കണ്ടുപിടിച്ചു. ഈ തെർമോഡൈനാമിക്സ് വഴിയാണ് നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ എൻജിൻ, പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിനെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ തെർമോഡൈനാമിക്സിലൂടെയാണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് എന്നൊരു ശാസ്ത്രശാഖ വന്നതോടുകൂടി ലെങ്തും മാസും ടൈമും വെച്ച് മാത്രം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് അളക്കാൻ പറ്റില്ല. പുതിയ 2 എണ്ണം കൂടെ വന്നു. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോലെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ ഞാൻ പറയാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല സെൻറ്റിമീറ്റർ ക്യൂബ് വലിപ്പമുള്ള വോളിയമുള്ള ഒരു പെട്ടി ഉണ്ടെന്ന് വെച്ചാൽ ഈ പെട്ടിക്കകത്ത് എത്ര കാർബൺ തന്മാത്രകൾ കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 എണ്ണ എടുക്കാൻ പറ്റില്ല. ടിപ്പുല സ്ഥലത്ത് തന്നെ ഒരു 1000 തന്മാത്രകൾ കൊള്ളും. അപ്പോൾ ഇത്രയും വലുതായിട്ട് വന്ന 1000 ഇല്ല, സോറി, ഒരു ടിപ്പുല സ്ഥലത്ത് തന്നെ കോടിക്കണക്കിന് തന്മാത്രകൾ കൊള്ളും. അപ്പോൾ ഇത്രയും 1 കോടി തന്മാത്ര ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ഇട്ടിട്ട് എത്ര 0, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി ഇത്രയും 0 എഴുതി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആപ്പീസ് കിട്ടും. അപ്പോൾ ഇതിനെല്ലാം ചുരുക്കി വേറൊരു യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോകും. വളരെ സിമ്പിളായിട്ട് 1 2 മാത്രം കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിറ്റ് കൊണ്ടുപോകുന്നു. അതിൻ്റെ പേരാണ് മോൾ എന്ന് പറയും. മോൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൊണ്ടുവന്നു. അങ്ങനെ തെർമോഡൈനാമിക്സിന് വേണ്ടിയിട്ട് ഈ 2 പുതിയ യൂണിറ്റുകളും മെഷർമെൻറ്റിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഇൻട്രൊഡ്യൂസ് ആയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു സംശയം വരുന്നത്, ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്തായാലും ടെമ്പറേച്ചർ കൊണ്ടോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൊണ്ടോ ലെങ്ത് കൊണ്ടോ മാസ് കൊണ്ടോ ടൈം കൊണ്ടോ അളക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റിക്ക് വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി അളക്കാൻ വേണ്ടി ആംബിയർ എന്നുള്ളൊരു വേറൊരു യൂണിറ്റ് കണ്ടുപിടിച്ചു. ആംബിയർ എന്നുള്ളൊരു യൂണിറ്റ് കണ്ടുപിടിച്ചു. ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി അതുപോലെ ടെമ്പറേച്ചർ അളക്കാൻ കെൽവിൻ എന്നൊരു യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് എന്നൊരു യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ യൂണിറ്റ് ഉണ്ട്. ടെമ്പറേച്ചറിന് വേണ്ടി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എത്ര 6 എണ്ണമായി. അപ്പോഴാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം വളരെ ഭീകരമായിട്ട് നടക്കുന്നത്. സോളാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചിരിയൊക്കെ വരും. എന്നാലും സോളാർ പാനൽ, അതുപോലെ പ്രകാശത്തിനെ ഉപയോഗിച്ച് നമ്മൾ പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. അപ്പോൾ പ്രകാശത്തിനെ അളക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ പേര് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. അതിൻ്റെ യൂണിറ്റാക്കി ക്യാൻഡല എന്നൊരു യൂണിറ്റും കണ്ടുപിടിച്ചു. CD എന്ന് ചുരുക്കി എഴുതും. അപ്പോൾ ഈ 7 സാധനങ്ങൾ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടെ കുത്തിയിരുന്ന് കുറേ കാലം എടുത്ത് ഈ 7 സാധനങ്ങൾ പറഞ്ഞു. ഈ 7 സാധനം വെച്ച് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാധനത്തിനെയും എല്ലാ പ്രതിഭാസത്തെയും നമുക്ക് അളക്കാൻ പറ്റും. എന്നിട്ട് ഈ 7 എണ്ണത്തിനൊരു പേര് വിട്ടു. അതാണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ്. ഇതിനളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ, ഈ എണ്ണത്തിന് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്സ് എന്നും വിളിച്ചു. അങ്ങനെ ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതിനെല്ലാം ഈ 7 എണ്ണം കൊണ്ട് ഈ ലോകത്തുള്ള മറ്റെല്ലാ പരിസ്ഥിതി പ്രതിഭാസങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ലെങ്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ടൈമിൻ്റെ യൂണിറ്റ് എന്തോ? സെക്കൻഡ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്തോ? കെൽവിൻ.
എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? മോൾ. പ്രകാശത്തിൻ്റെ യൂണിറ്റ് എന്താ? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? ക്യാൻഡല. അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്തോ? നമ്മൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആംപിയർ. ഈ 7 യൂണിറ്റ്, ഈ 7 എണ്ണം വെച്ചുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലോ പറഞ്ഞേ. അപ്പോൾ ഉദാഹരണത്തിന് വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു പെട്ടിയുടെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ നീളം, വീതി, ഉയരം ഇത് 3ഉം കൂടെ ഗുണിച്ചിട്ടാണല്ലോ നമ്മളിതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെങ്തുകളെ തമ്മിൽ ഗുണിച്ചിട്ടാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്. ഒരു പെട്ടി എടുത്ത് തന്നിട്ട് അളന്നതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നീളം അളക്കും, വീതി അളക്കും, ഉയരം അളക്കും. അപ്പോൾ നമുക്ക് അളക്കാൻ പറ്റി, അതിന് ലെങ്ത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റി. ആ 3 ലെങ്ത്തും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. അതായത് വോളിയം നമ്മൾ മീറ്റർ ക്യൂബിലാണ് അടയാളപ്പെടുത്തുന്നത്. അടുത്ത ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോളിയത്തിനകത്ത് എത്ര ഭാരമുള്ള ഒരു വസ്തു എത്ര ഭാരമുണ്ട്. അതായത് 1 സെന്റിമീറ്റർ നീളം, വീതി, ഉയരം ഉള്ള 1 സെന്റിമീറ്റർ ക്യൂബ് ഉള്ള ഒരു പെട്ടിക്കകത്ത് എത്ര ഓക്സിജൻ കൊള്ളും, അതാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെന്റിമീറ്റർ ക്യൂബുള്ള ഒരു പെട്ടി എടുത്ത് നമ്മളെ തന്നു, ഒരു പെട്ടി എടുത്ത് തന്നു. അതിന് ഇതേപോലെ 1 സെന്റിമീറ്റർ നീളം, വീതി, ഉയരമുണ്ട്. അതിനകത്ത് എത്ര ഭാരം വെള്ളമുണ്ടെന്ന് അളക്കാൻ പറഞ്ഞു. അതിൻ്റെ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ വെയിറ്റ് നമുക്കറിയാം. വെയിറ്റ് 5 കിലോ ആണെന്ന് വെച്ചു. 5 കിലോ ഒരു 5 ഗ്രാം വെള്ളം അതിനകത്ത് കൊള്ളുന്നുണ്ട്. 5 ഗ്രാം വെള്ളം നിന്ന്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഭാരത്തിനെ എന്തുകൊണ്ട് ആ വോളിയം കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ നമുക്ക് ഭാരം അളക്കാൻ വേണ്ടിയിട്ട് കിലോഗ്രാം മാസിൻ്റെ ഭാരം അളക്കാൻ വേണ്ടി ഈ മെഷർമെൻ്റ് അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ വോളിയം നമ്മൾ ആൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, വോളിയം ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്, ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷനും യൂണിറ്റ്. അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് സാധനം വേണോ അളന്ന് മറ്റത് കണ്ടെത്താം. അങ്ങനെ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലാത്ത മറ്റ് സാധനങ്ങളെ പറയുന്ന, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാധനങ്ങളെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിൻ്റെ യൂണിറ്റുകളെ പറയുന്നവരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു എന്താണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റി എന്നും എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും നിങ്ങൾ പഠിച്ചു. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചാലും എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാന്ന് പറയില്ലല്ലോ. ഇനി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളത് പറയാനോ എഴുതാനോ കൂടെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വർക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ കൂടെ ചോദിച്ചിട്ടുണ്ടാവും, അതും എഴുതി തരണം. നിങ്ങൾക്ക് ഒരു വർക്ക് കൂടെ ഉണ്ട്, അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, 7 എണ്ണം പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും അളന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ വോളിയം കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ലെങ്ത് വെച്ച് നീളവും വീതി ഉയരം അളന്ന് പിന്നെ വോളിയം കണ്ടുപിടിക്കാം. ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൻ്റെ ഭാരവും വോളിയം നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തിനു വേണോ അളന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സാധനത്തിനെ മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് നിങ്ങളടുത്തൊരു വെല്ലുവിളി പറയാം. ഇത് 7 വെച്ച് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ? അപ്പോൾ ഇതും കൂടെ ഇന്ന് തരുന്ന വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും വിശദമായിട്ട് ഗൂഗിൾ ഫോമിലിടും. പിന്നെ ഈ വർക്കിനൊരു പ്രത്യേകത ഉള്ളത്, ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്തയക്കുന്ന ആൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. ഒരു നല്ല അടിപൊളി സമ്മാനമായിരിക്കും തരുന്നത്. അപ്പോൾ എല്ലാവരും ആഞ്ഞു പിടിച്ചോളണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ പറയുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.